നമസ്കാരം. കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപം വിഴിഞ്ഞം തുറമുഖത്ത് വരാൻ പോവുകയാണ്. ആഗോള കപ്പൽ നിർമ്മാണ കമ്പനിയായ MSC ഗ്രൂപ്പ് 13,000 കോടി രൂപയുടെ നിക്ഷേപമാണ് വിഴിഞ്ഞം തുറമുഖത്ത് നടത്തുന്നത്. ഇന്ത്യയിൽ തന്നെ തുറമുഖ മേഖലയിൽ നടത്തുന്ന ഏറ്റവും വലിയ വിദേശ നിക്ഷേപമാണിത്. പക്ഷേ ഇതിൻ്റെ ഉത്സാഹവും ആവേശവുമൊന്നും സംസ്ഥാനത്തിൻ്റെ ഭരണപക്ഷത്തോ പ്രതിപക്ഷത്തോ കാണാനില്ല. മിഷൻ സമുദ്ര പദ്ധതി പ്രഖ്യാപിച്ച സർക്കാർ പോലും ഇതിനെ ആശങ്കയോടുകൂടിയിട്ടാണ് കാണുന്നത്. പ്രതിപക്ഷം ഇതിനെ ആയുധമാക്കുമോ? സർക്കാരിൻ്റെ പ്രതിച്ഛായയെ ഇത് ബാധിക്കുമോ? ഇതൊക്കെയാണ് സർക്കാരിൻ്റെ ഭയം. ഈ വിദേശ നിക്ഷേപ നീക്കം സംസ്ഥാനത്തിന് ഗുണകരമാകുമോ അതോ ദോഷമാകുമോ? മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. യഥാർത്ഥത്തിൽ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ശക്തി കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തിന് ഇനിയും മനസ്സിലായിട്ടില്ല. ഇന്ത്യയിലെ ഏക മദർ പോർട്ടാണ് വിഴിഞ്ഞം. കാര്യങ്ങൾ അവിടെ നിൽക്കുന്നില്ല. ലോകത്തിലെ തന്നെ 5ഓ 10ഓ തുറമുഖങ്ങൾ എടുത്താൽ അതിലൊന്ന് വിഴിഞ്ഞമായിരിക്കും. ലോകോത്തര അടിസ്ഥാന സൗകര്യങ്ങൾ അവിടെ സജ്ജീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിനാവശ്യമായിട്ടുള്ളതെല്ലാം ചെയ്യണം, ഏതറ്റം വരെയും പോകണം. അതാണ് അദാനി ഗ്രൂപ്പ് ചെയ്തത്. എന്നാൽ ഇതിൽ അനാവശ്യമായ വിവാദങ്ങൾക്ക് ശ്രമിക്കുകയാണ് കേരളത്തിലെ പ്രതിപക്ഷം. ഇതിൽ ജനങ്ങൾക്ക് ഒട്ടേറെ സംശയങ്ങളുണ്ട്. അദാനിക്ക് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഓഹരികൾ വിൽക്കാൻ സാധിക്കുമോ എന്നതാണ് ആദ്യത്തേത്. വിഴിഞ്ഞത്ത് തുറമുഖം വികസിപ്പിക്കാനായി അദാനി രൂപം നൽകിയ അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ ഇക്കണോമിക് സോൺ ലിമിറ്റഡ് എന്ന അദാനി ഗ്രൂപ്പിൻ്റെ കമ്പനിയുടെ ഷെയറുകളാണ് വിൽക്കുന്നത്, വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ അല്ല. അങ്ങനെ ആയാൽ പോലും സർക്കാരുമായി കമ്പനി കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത് കൊണ്ട് 25% കൂടുതൽ ഓഹരികൾ കൈമാറ്റം ചെയ്യണമെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൂർ അനുമതി വേണമെന്ന് മാത്രം. സർക്കാർ ഭൂമിയിലാണ് തുറമുഖം നിർമ്മിക്കുന്നത് എന്നതാണ് അതിന് കാരണം. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉള്ളതിനാൽ ഈ ഇടപാടിന് കേന്ദ്ര സർക്കാരിൻ്റെയും മുൻകൂർ അനുമതി വേണം. സംസ്ഥാനത്തിന് ഏറെ പ്രയോജനം ചെയ്യുന്ന ഒരു ഇടപാടായതിനാൽ സർക്കാർ അതിന് അനുമതി നിഷേധിക്കേണ്ടത് ആവശ്യമില്ല. സ്വാഭാവികമായും അതിന് അനുമതി നൽകേണ്ടതാണ്. സംസ്ഥാന സർക്കാർ മതിയായ കാരണങ്ങളില്ലാതെ അനുമതി നിഷേധിച്ചാൽ നഷ്ടം സംസ്ഥാനത്തിനായിരിക്കും. ഇനി ഈ ഡീലിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് നോക്കാം. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ വികസനത്തിനായി 13,000 കോടി രൂപയുടെ വിദേശ നിക്ഷേപവുമായി സഹകരിക്കുന്നത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എന്ന MSCയുടെ ഉപകമ്പനിയായ ടെർമിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റഡാണ്. സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയാണിത്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കാർഗോ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി 16 ലക്ഷം TEUവിൽ നിന്ന് 57 ലക്ഷം TEU ആയി ഉയരും എന്നതാണ് ആദ്യത്തെ കാര്യം. തുറമുഖ വികസനം എന്നാൽ കപ്പൽ ചാലും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും നിർമ്മിക്കുക എന്നത് മാത്രമല്ല. അന്താരാഷ്ട്ര തുറമുഖ മേഖലയിൽ നിലനിൽക്കുന്ന ശക്തമായ മത്സരത്തെ അതിജീവിച്ച് കപ്പലുകളെയും കണ്ടെയ്നറുകളെയും ആകർഷിച്ച് മികച്ച വരുമാനവും ലാഭവും ഉണ്ടാക്കുക എന്നതുകൂടിയാണ്. കച്ചവടം നടക്കാതിരുന്നാൽ വിഴിഞ്ഞം സംസ്ഥാനത്തിന് നേട്ടമുണ്ടാക്കില്ല എന്ന് മാത്രമല്ല, വലിയ ബാധ്യതയായി മാറുകയും ചെയ്യും. വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ ഈ നിക്ഷേപം സൃഷ്ടിക്കും. വിദേശ നിക്ഷേപത്തിന് അനുമതി നൽകാതിരുന്നാൽ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ മറ്റ് ഘട്ടങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെ അത് ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിക്ക് അദാനിയുടെ ഓഹരികൾ വിൽക്കുന്നത് കുത്തകാവകാശം സൃഷ്ടിക്കുമെന്നാണ് പ്രതിപക്ഷ ആരോപണം. എന്നാൽ സർക്കാരും അദാനിയും തമ്മിൽ ഒപ്പുവെച്ച കരാർ അനുസരിച്ച് കുത്തകാവകാശം ഉണ്ടാകുമെന്ന വാദം അടിസ്ഥാനരഹിതമാണ്. MSCക്ക് ഓഹരികൾ വിറ്റാൽ പോലും മറ്റ് കമ്പനികളുടെ കപ്പലുകൾക്കും തുറമുഖത്തെത്താനും കണ്ടെയ്നറുകൾ നീക്കം നടത്താനും ഒക്കെ സാധിക്കും. സർക്കാരും അദാനിയുമായിട്ടുള്ള കരാറിലെ ക്ലോസ് 5.8 അനുസരിച്ച് ടെർമിനൽ എല്ലാ കമ്പനികൾക്കും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ സജ്ജീകരിക്കാൻ അദാനി പോർട്സിന് ബാധ്യതയുണ്ട്. കമ്പനികളോടുള്ള തുറമുഖത്തിൻ്റെ സമീപനം വിവേചനരഹിതമായിരിക്കണമെന്നും കരാറിലുണ്ട്. അതുകൊണ്ട് തന്നെ MSC ഗ്രൂപ്പിന് കുത്തകാവകാശം ലഭിക്കുമെന്ന വാദം പൂർണ്ണമായും തെറ്റാണ്. ഓഹരികൾ വിദേശ കമ്പനിക്ക് വിറ്റാൽ തുറമുഖത്തിൻ്റെ ഉടമസ്ഥാവകാശം തിരിച്ചു കൈമാറാൻ തടസ്സമുണ്ടോ? നിർമ്മിച്ച് ഉപയോഗിച്ച ശേഷം കൈമാറാം എന്ന ധാരണയിലാണ് അദാനി പോർട്സ് വിഴിഞ്ഞത്ത് തുറമുഖം വികസിപ്പിക്കുന്നത്. കരാർ പ്രകാരം 2060 തുറമുഖം അദാനി പോർട്സ് സൗജന്യമായി സംസ്ഥാന സർക്കാരിന് കൈമാറണം. നിലവിൽ സംസ്ഥാന സർക്കാരിന് വിഴിഞ്ഞം തുറമുഖത്തിൽ ഓഹരിയൊന്നുമില്ല. പക്ഷേ അത് പൂർണ്ണമായും അദാനി പോർട്സിൻ്റേതാണ്. പക്ഷേ സംസ്ഥാന സർക്കാർ ഭൂമിയുടെ ഉടമയാണ്. 2034 മുതൽ തുറമുഖത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം സംസ്ഥാന സർക്കാരിനും അതിൻ്റെ ഒരു ഭാഗം ലഭിക്കും. അദാനി പോർട്സിൻ്റെ ഓഹരി ആർക്ക് വിറ്റാലും
ഈ കരാർ നിലനിൽക്കും. 2060 തുറമുഖം പൂർണ്ണമായും സൗജന്യമായി സംസ്ഥാന സർക്കാരിന് കൈമാറാൻ നിലവിൽ തടസ്സങ്ങളൊന്നുമില്ല. 2034 മുതൽ വിഴിഞ്ഞം തുറമുഖ വരുമാനം ആ സംസ്ഥാന ബഡ്ജറ്റിലേക്കും ഒഴുകും. ആ സമയത്ത് തുറമുഖം കാര്യക്ഷമമായും ലാഭത്തിലും പ്രവർത്തിക്കണം. കച്ചവടം ആകർഷിക്കാനായി എന്ത് ചെയ്യണം എന്ന് നന്നായി അറിയുന്നവരാണ് അദാനി ഗ്രൂപ്പ്. ഈ കളികൾ സർക്കാരിനെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് തുറമുഖം വികസിപ്പിക്കാൻ സ്വകാര്യ പങ്കാളിയെ തേടിയത്. ലോകോത്തരമായ സംവിധാനങ്ങൾ ഒരുക്കി കപ്പൽ കമ്പനികളെ ആകർഷിക്കാനുള്ള ശ്രമം അദാനിയുടെ ഭാഗത്തു നിന്നുണ്ടാവുക സ്വാഭാവികമാണ്. അതിന് കാരണമില്ലാതെ തടയിട്ടാൽ 2060 ആകുമ്പോഴേക്കും സംസ്ഥാനത്തിന് തിരികെ കിട്ടുന്നത് വല്ല KSRTC പോലെയോ KSEB പോലെയോ ഉള്ള കോടികളുടെ നഷ്ടമുണ്ടാക്കുന്ന മറ്റൊരു പൊതുമേഖലാ സ്ഥാപനത്തെ ആയിരിക്കും. 2034 മുതൽ വരുമാനം ഖജനാവിലേക്ക് ഒഴുകണമെങ്കിൽ ഇത്തരം തന്ത്രപരമായ നീക്കങ്ങൾ അത്യാവശ്യമാണ്. അദാനി പോർട്സ് MSC ഗ്രൂപ്പുമായി ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഡീൽ തുറമുഖ മേഖലയിൽ സർവ്വസാധാരണയായി നടപ്പാക്കുന്നവയാണെന്ന് വിമർശകർ ആദ്യം മനസ്സിലാക്കണം. ഗുജറാത്തിലെ മുന്ദ്ര തുറമുഖവും തമിഴ്നാട്ടിലെ എന്നോർ തുറമുഖവും ഇത്തരം ഓഹരി വിൽപ്പനയിലൂടെ നേട്ടം കൊയ്ത തുറമുഖങ്ങളാണ്. തമിഴ്നാട്ടിലെ മറ്റൊരു തുറമുഖമായ കാമരാജർ പോർട്ടും മഹാരാഷ്ട്രയിലെ വാധവൻ തുറമുഖവും സമാനമായ രീതിയിൽ മുന്നേറുന്ന തുറമുഖങ്ങളാണ്. ഇതൊന്നും കാണാതെയാണ് വിദേശ നിക്ഷേപത്തെ എതിർക്കാൻ മുന്നിട്ടിറക്കിയിരിക്കുന്നത് ചിലർ. കേരളത്തെ ഒരു പോർട്ട് സിറ്റിയാക്കി മാറ്റുമെന്ന് UDF സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മിഷൻ സമുദ്ര പദ്ധതി ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിനുശേഷം വരുന്ന വിദേശ നിക്ഷേപം തീർച്ചയായും സർക്കാരിൻ്റെ ഭരണ നേട്ടമായി ഉയർത്തിക്കാട്ടാവുന്നതാണ്. LDF ആണ് ഭരണത്തിലായിരുന്നതെങ്കിൽ അവരത് ചെയ്യുമായിരുന്നു. വിദേശ നിക്ഷേപം LDF സർക്കാരിൻ്റെ നേട്ടമാണ് എന്ന് പറയുന്ന ലേഖനം ഇന്നലെ ദേശാഭിമാനി പ്രസിദ്ധീകരിച്ചത് ശ്രദ്ധിക്കണം. എന്നാൽ അത്തരമൊരു ആവേശം സർക്കാർ ക്യാമ്പിനില്ല എന്നത് ആശങ്കയുണ്ടാക്കുന്നതാണ്. വിദേശ നിക്ഷേപം ആകർഷിക്കാൻ ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യുകയാണ് മറ്റു സംസ്ഥാനങ്ങൾ. അപ്പോഴാണ് കേരളം പടികയറി വന്ന മഹാലക്ഷ്മിയെ പുറങ്കാലുകൊണ്ട് തട്ടുന്നത്. CPMൻ്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ ഭാവി തലമുറയ്ക്ക് വേണ്ടി ഓഹരി കൈമാറ്റത്തിന് സർക്കാർ അംഗീകാരം നൽകണം. സംസ്ഥാനത്തിൻ്റെ പ്രത്യേകിച്ചും തലസ്ഥാന നഗരത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന പദ്ധതി, ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന പദ്ധതി, വിഴിഞ്ഞം തുറമുഖത്തെ ലോക ഭൂപടത്തിൽ അവർ അതർഹിക്കുന്ന രീതിയിൽ പ്രതിഷ്ഠിക്കുന്ന പദ്ധതി, ആ പദ്ധതിക്ക് നേരെ മുഖം തിരിക്കുന്നത് ഒരു സർക്കാരിനും ഭൂഷണമല്ല. മിഷൻ സമുദ്രയ്ക്ക് വേണ്ടി സർക്കാർ ബഡ്ജറ്റിൽ നീക്കിവെച്ചത് വെറും 400 കോടി രൂപയാണ്. അപ്പോഴാണ് അതേ മേഖലയിൽ 13,000 കോടി എത്തുന്നത്. സ്വകാര്യ നിക്ഷേപമില്ലാതെ എങ്ങനെയാണ് സർക്കാർ മിഷൻ സമുദ്ര വിജയിപ്പിക്കാൻ പോകുന്നത്? ഈ പദ്ധതിയുമായി കഴിയുന്നതെല്ലാം ചെയ്യാൻ സർക്കാരിന് ബാധ്യതയുണ്ട്.